നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 11 വർഷം അദ്ദേഹത്തിൻ്റെ ഭരണം പൂർത്തീകരിച്ചു. കേരളത്തിൽ അന്ന് ഞങ്ങൾ നേരിട്ട ഒരു ആക്ഷേപം, ഒരൊറ്റ കുരിശടിയും കേരളത്തിൽ തകർക്കപ്പെട്ടിട്ടില്ല, ഒരു മോസ്കും തകർന്നിട്ടില്ല. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 11 വർഷക്കാലത്തെ ഭരണം ഈ സംസ്ഥാനത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കും. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ള ദേശീയപാതയുടെ വികസനമൊക്കെ എന്തുമാത്രം മാറ്റങ്ങളുണ്ടായി ഈ 11 വർഷക്കാലം കൊണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ വിവേചനം കാട്ടാതെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കേന്ദ്ര ഗവൺമെൻറ്, ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്, അവരുടെ സമീപനം എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി. ഇപ്പോൾ ട്രഷറിയിൽ പണമില്ല, ഒന്നിനും പണമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലഗോപാൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഒരു തെരഞ്ഞെടുപ്പ് ജിമ്മിക്ക് കാണിച്ച ഒരു കുറേ ഗീർവാണങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളതല്ലാതെ അത് വസ്തുതാപരമായി പഠിച്ചാൽ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും അതിനകത്തില്ല. ആശാ വർക്കേഴ്സിന് 1000 രൂപ പേരിന് മാത്രം ഒരു വർധനവുണ്ടാക്കിയിരിക്കുന്നു. ഈ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്റിൻ്റെ, വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. വളരെ ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്തിരിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ജനവിരുദ്ധ സമീപനം സ്വീകരിച്ച് ജനങ്ങളാൽ വെറുക്കപ്പെട്ട പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ വിശദമായി പഠനം നടത്തിയാൽ അത് വളരെ വ്യക്തമാവും. ഈ സർക്കാരിനോട് ജനങ്ങൾക്ക് ഭയങ്കര അമർഷമാണ്. എന്നാൽ അതിൻ്റെ ഗുണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായത് UDFനാണ്. എന്നാൽ ഈ രണ്ടും ഒന്ന് തന്നെയാണ്. UDFും LDFും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി. കേരളത്തിൻ്റെ ബൗണ്ടറി പാലക്കാട് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് മുന്നണിയും കോൺഗ്രസിൻ്റെ ദ്വിവർണ്ണ പതാകയും CPMൻ്റെ ചുവന്ന പതാകയും കൂട്ടിക്കെട്ടി ഒരു മുന്നണി. അവർക്ക് ഒരു കാര്യത്തിൽ യോജിപ്പാണ്. നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഈ രാജ്യത്ത് ശക്തമാക്കണം. ഈ CPM കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഭരണത്തിലിരുന്ന സംസ്ഥാനമാണ് ബംഗാളും ത്രിപുരയും. ആ സംസ്ഥാനങ്ങളിലൊന്നും ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ CPMൻ്റെ ആഫീസുകൾ പോലും കാണാനില്ലാത്ത സ്ഥിതിയായി. ആ സമാനമായ രീതി കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം കേരളത്തിൽ തകർന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് ഏകദേശമൊക്കെ ഒന്ന് പൂർത്തീകരിക്കും. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പല കക്ഷിയിലേക്കും കടന്നു വരുന്ന ഒരു കാഴ്ച UDFിലേക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ജാതകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിലെ 1-ാം നമ്പർ കാറിൽ സഞ്ചരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം നിയോഗിക്കുന്ന വ്യക്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെന്ന് എപ്പോൾ എന്ന് മാത്രമേ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിലാണോ, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വരുന്ന ആ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് സംശയമുള്ളൂ. ജനങ്ങളൊക്കെ ഇന്ന് മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കേരളത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അഴിമതി രഹിതമായൊരു ഭരണം, ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഈ രണ്ട് മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFും LDFും ഇവിടെ അവരുടെ പ്രധാന അജണ്ട എങ്ങനെ അഴിമതിയിലൂടെ പണമുണ്ടാക്കാം. ഇടതുപക്ഷ മുന്നണി 10 വർഷം ഭരിച്ചു. നമുക്കറിയാം എന്തുമാത്രം ആക്ഷേപങ്ങൾ, എന്തുമാത്രം അഴിമതിയുടെ കഥകൾ. അവർ ഭരിക്കുന്ന സഹകരണ സംഘം പോലും കൊള്ളയടിച്ച് സാധാരണ അതിൻ്റെ ഡിപ്പോസിറ്റേഴ്സിൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. ഇന്നൊരു കോർപ്പറേറ്റ് പാർട്ടി പോലെ ആയിരിക്കുന്നു. സാധാരണക്കാരുടെ വിഷയങ്ങൾ ഒന്നും പഠിക്കുന്നതിന് അവർക്ക് സമയമില്ല, അവർക്ക് അതിനകത്ത് താല്പര്യവുമില്ല. ഇന്ന് ഈ സംസ്ഥാനം മുഴുവൻ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിലും കേന്ദ്രീകരിച്ച് ആ കുടുംബത്തിനുള്ള സാമ്പത്തിക ആസ്തി എന്തുമാത്രമുണ്ട്. പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയുടെ എത്രയോ കോടി രൂപ, 100 കണക്കിന് കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിക്ക് എവിടെ നിന്നുണ്ടായി? എങ്ങനെ ഈ പൊതുപ്രവർത്തനം കൊണ്ട് ഇത്രയധികം കോടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതേപ്പറ്റിയൊക്കെ ജനങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 11 വർഷക്കാലം നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരു അഴിമതിയുടെ ആരോപണവും ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അഴിമതി രഹിതമായ ഒരു സൽഭരണമാണ്
ഈ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 11 വർഷക്കാലം കണ്ടത്. വികസനം എന്താണെന്ന് ഈ ഭാരതത്തിലെ ജനങ്ങൾ കണ്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ കേരളത്തിലും നമുക്കൊരു മാറ്റമുണ്ടാവണം. ഈ രണ്ട് മുന്നണിക്കെതിരെ, രണ്ട് മുന്നണിയും കേരള പിറവിക്ക് ശേഷം ഭരണത്തിൽ മാറി വന്നിട്ട് ഈ സംസ്ഥാനത്തെ ഭരിച്ച് നശിപ്പിച്ച് മുടിച്ചതല്ലാതെ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ഈ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടില്ല. ഇതൊക്കെ നമുക്കൊന്ന് മാറി ഈ സംസ്ഥാനത്തെ മുന്നോട്ട് സമഗ്രമായ വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ. മുൻകാലങ്ങളിലൊക്കെ ഈ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘപരിവാറാണ്, RSS ആണ്. ഞങ്ങളൊക്കെ ഒരുപാട് ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സംഘപരിവാറിൻ്റെ കൂടെ ഇവരുടെ കൂടെ നടന്നാൽ ഈ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത്. ഇന്നിപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ആളുകൾ ഏറ്റവും അവസാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു വന്ന ഈ രണ്ട് മുന്നണിക്കെതിരെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി സമരം പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉള്ള 2020 എറണാകുളം ജില്ലയിലെ സാബു ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അവർക്ക് ബോധ്യമായി ഈ സംസ്ഥാനത്തെ യഥാർത്ഥ വികസനം നടപ്പിലാക്കണമെങ്കിൽ, നരേന്ദ്രമോദിയുടെ മോഡലിലുള്ള വികസനം നടപ്പിലാക്കണമെങ്കിൽ ഈ മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ ഒട്ടേറെ മുന്നോട്ട് പോകാൻ ഈ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ശക്തമായ 2 മുന്നണിക്കെതിരെ മത്സരിച്ച് ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും. കോട്ടയം ജില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബാലികേറ മല എന്ന് തന്നെ പറയാവുന്ന ഒരു ജില്ലയായിരുന്നു. ഈ ജില്ലയിലും വലിയ മാറ്റങ്ങളുണ്ടാവും. വലിയ മാറ്റം ഈ കേരളത്തിലുണ്ടാവും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചൊക്കെ വലിയ വ്യത്യാസമാണ്. പണ്ടൊക്കെ ചില വിഭാഗങ്ങളൊക്കെ എതിരാണ് എന്നൊക്കെ ഇങ്ങനെ വലിയ പ്രചരണം. ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി നമ്മൾ ഉൾക്കൊള്ളുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്ദേശവാഹകരായി തീരുന്നതിന് വേണ്ടിയാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചത്. നിങ്ങളായാലും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കാണുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നമുക്ക് ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ലയനം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിനും സമൂഹത്തിനും സംസ്ഥാനത്തിനുമൊക്കെ ഗുണകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ ആർദ്രവുമായി അനുമോദിച്ചുകൊണ്ട് ഈ ലയന സമ്മേളനം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിക്കുന്ന ഈ ലയന സമ്മേളനം ഔപചാരികമായി ഈശ്വരൻ്റെ നാമത്തിൽ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.